ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. അപ്പോൾ മെയിനായിട്ട് നാനോ മെറ്റീരിയൽസിനെ അതിൻ്റെ ഡയമെൻഷന് അനുസരിച്ചിട്ട്, അതുപോലെ സ്ട്രക്ചറൽ എലമെൻറ്റ്സ് അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് നാലായിട്ടാണ്. ഏതൊക്കെയാണ്? 0 ഡയമെൻഷനലെ, 1 ഡയമെൻഷനലെ, 2 ഡയമെൻഷനലെ, 3 ഡയമെൻഷനലെ, നാലെണ്ണമായിട്ട്. അതായത് ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻസ് ഓഫ് ദെയർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, ദ നാനോ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ആസ് 0 ഡയമെൻഷനൽ, 1 ഡയമെൻഷനൽ, 2 ഡയമെൻഷനൽ ആൻഡ് 3 ഡയമെൻഷനൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, 3 ഡയമെൻഷനിലാണ് ഈ കാണുന്നത്. 3 ഡയമെൻഷനിൽ സാധാരണ എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ ഡെഫിനേഷനൊക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. 0 ഡയമെൻഷനിൽ മെയിനായിട്ട് വരുന്നത് ക്ലസ്റ്റേഴ്സും സ്പിയേഴ്സും ഒക്കെയാണ്. കണ്ടോ, സ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കൽ ഷേപ്പുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. ക്ലസ്റ്റേഴ്സ്, അതായത് 2-3 പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്ത പോലത്തെ ക്ലസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതാണ് 0 ഡയമെൻഷനൽ. ഇത് ചിലപ്പോൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റിനൊക്കെ ചോദിക്കാറുണ്ട്. ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്പിയേഴ്സ് കംസ് അണ്ടർ വിച്ച് കാറ്റഗറി ഓഫ് നാനോ മെറ്റീരിയൽസ്? അപ്പോൾ നിങ്ങൾക്കറിയണം 0 ഡയമെൻഷനിലാണെന്ന്. അല്ലെങ്കിൽ ഗിവ് 2 എക്സാമ്പിൾസ് ഫോർ 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ്. അപ്പോൾ നിങ്ങൾക്കറിയണം അത് ക്ലസ്റ്റേഴ്സും സ്പിയേഴ്സും ആണെന്ന്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് 1 ഡയമെൻഷനൽ. 1 ഡയമെൻഷനിൽ മെയിൻ വരുന്നത് നാനോ ഫൈബേഴ്സ്, നാനോ വയേഴ്സ്, നാനോ റോഡ്സ്. നാനോ വയേഴ്സ്, നാനോ റോഡ്സ്, അതുപോലെ നാനോ ഫൈബേഴ്സ്. ഓക്കെ, 1 ഡയമെൻഷനിൽ വരുന്നത്. ഇനി 2 ഡയമെൻഷനിൽ വരുന്നതാണ് തിൻ ഫിലിംസ്, അതുപോലെ പ്ലേറ്റ്സ്. കണ്ടോ, തിൻ ഫിലിംസ് ആണ് ഇതൊക്കെ, അതുപോലെ പ്ലേറ്റുകളൊക്കെ. ദെൻ 3 ഡയമെൻഷനിൽ വരുന്നതാണ് ബൾക്ക് നാനോ മെറ്റീരിയൽസ്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ റൂബിക്സ് ക്യൂബ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതുപോലെ 3D വ്യൂവിൽ. പക്ഷെ നമുക്ക് അങ്ങനെ വലുതൊന്നുമല്ല കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അതിൻ്റെ സൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത്ര വലിയ സൈസൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ അത്തരത്തിലെ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ നാനോ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻസ് ഓഫ് ദിയർ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്. ബേസ്ഡ് ഓൺ ദ ഡയമെൻഷൻസ് ഓഫ് ദ സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, നാനോ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 0 ഡയമെൻഷനൽ, 1 ഡയമെൻഷനൽ, 2 ഡയമെൻഷനൽ ആൻഡ് 3 ഡയമെൻഷനൽ. അപ്പോൾ ഈ 0 ഡയമെൻഷനൽ എന്ന് പറയുന്നത് ഏതിനെയാണ് പറയുന്നത്? നാനോ systems which are not extended beyond 100 nanometer in any of the dimension. അതായത് നാനോ സിസ്റ്റംസ് നോട്ട് 100 നാനോമീറ്ററിനേക്കാളും കൂടാൻ പാടില്ല ഏത് ഡയമെൻഷനിൽ നോക്കിയാലും. ഓക്കെ, അത്തരത്തിലുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ നോട്ടൊക്കെ ഞാൻ തരുന്നുണ്ട്, അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അതിൽ നോക്കി പഠിക്കണം. അപ്പോൾ നാനോ സിസ്റ്റംസ് വിച്ച് ആർ നോട്ട് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ. നാനോ സിസ്റ്റംസ് വിച്ച് ആർ നോട്ട് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ എനി ഓഫ് ദ ഡയമെൻഷൻ, അതിനെയാണ് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ അതിൻ്റെ 3 ഡയമെൻഷൻസിൽ അതിൻ്റെ സൈസ് എത്രയായിരിക്കും? 1 to 100 നാനോമീറ്റർ വരെയായിരിക്കും. എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, നാനോ ക്ലസ്റ്റേഴ്സ്, നാനോ സ്പിയേഴ്സ്, അതുപോലെ നാനോ ക്രിസ്റ്റൽസ്, അതുപോലെ ക്വാണ്ടം ഡോട്ട്സ് വേണമെങ്കിൽ പറയാം, അതുപോലെ മെറ്റൽ ആസ് വെൽ ആസ് മെറ്റൽ ഓക്സൈഡ് നാനോ പൗഡേഴ്സ്, അതുപോലെ നാനോ സ്ട്രക്ചേർഡ് മെറ്റീരിയൽസ് സച്ച് ആസ് ഫ്യുള്ളറീൻസ്. ഇപ്പോൾ ഫ്യുള്ളറീൻസ്, ക്വാണ്ടം ഡോട്ട്സ്. ക്വാണ്ടം ഡോട്ട്സ് എന്താണെന്ന് പിന്നീട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ക്വാണ്ടം ഡോട്ട്സ്, ഫ്യുള്ളറീൻസ്, നാനോ ക്ലസ്റ്റേഴ്സ്, നാനോ സ്പിയേഴ്സ്, അതൊക്കെ വരുന്നത് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസിൻ്റെ കാറ്റഗറിയിലാണ്. ഓക്കെ, ഇനി 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ്. 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നാനോ സിസ്റ്റംസ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ 1 ഓഫ് ദ ഡയമെൻഷൻ. 0 ഡയമെൻഷനാണെങ്കിൽ നോട്ട് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ എനി ഡയമെൻഷൻ ആയിരുന്നു. അപ്പോൾ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാലോ നാനോ സിസ്റ്റംസ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് എന്ന് വെച്ചാൽ 100 നാനോമീറ്ററിൻ്റെ ബിയോണ്ട് പോകണം ഇൻ എനി 1 ഓഫ് ദ ഡയമെൻഷൻ. നാനോ സിസ്റ്റംസ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ 1 ഓഫ് ദ ഡയമെൻഷൻ, അതാണ് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ്. ഇപ്പോൾ 1 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസിൻ്റെ ഏതെങ്കിലും 2 ഡയമെൻഷൻസിലെ അതിൻ്റെ നാനോ സ്കെയിൽ എന്ന് പറയുന്നത് 1 to 100 നാനോമീറ്റർ ആയിരിക്കും. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നാനോ വയേഴ്സും നാനോ ട്യൂബ്സും, അല്ലേ? അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി നാനോ വയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റോഡ് പോലെയല്ല, റോഡ് ലൈക്ക് 1 ഡയമെൻഷൻ നാനോ സ്ട്രക്ചേഴ്സ് ആണ്. അൾട്രാ ഫൈൻ വയേഴ്സൊക്കെ പോലെ ആയിരിക്കാം.
അതായത് നാനോ വയേഴ്സ് സാധാരണ സിലിക്കൺ, ഗാലിയം നൈട്രൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ് അത് വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നാനോ മെറ്റീരിയൽ ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഈ നാനോ വയേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് പ്രോപ്പർട്ടി, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി അതൊക്കെ വരാം. അപ്പോൾ അതിന് ആപ്ലിക്കേഷൻസും അതെ, ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്, സെൻസേഴ്സ് ആയിട്ട്, ഒപ്റ്റിക്കൽ കമ്പോണൻസിൽ, പിന്നെ പോളിമർ കോമ്പോസിറ്റ്സിൽ, ആക്ടിവേറ്റർ ഡിവൈസസിലൊക്കെ ഉപയോഗിക്കാം. അപ്പം നാനോ വയേഴ്സ് എന്ന് പറഞ്ഞാൽ റോഡ് ലൈക്ക് 1 ഡയമെൻഷൻ നാനോ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ അനുസരിച്ചിട്ട് സ്റ്റാർട്ടിങ് മെറ്റീരിയൽ പലതരത്തിലുള്ള മെറ്റീരിയൽ ആവാമെന്ന് പറഞ്ഞു. സിലിക്കൺ ആവാം, ഗാലിയം നൈട്രൈഡ് ആവാം, ഇൻഡിയം ഫോസ്ഫൈഡ് ഒക്കെ ആവാം. അപ്പോൾ സ്റ്റാർട്ടിങ് മെറ്റീരിയൽ അനുസരിച്ചിട്ട് അതിൻ്റെ ഇലക്ട്രോണിക്കും ഒപ്റ്റിക്കലും മെക്കാനിക്കലും ഒക്കെ പ്രോപ്പർട്ടീസ് വാരി ചെയ്യുന്നു. അങ്ങനെ അത് ധാരാളം ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ലൈക്ക് ഇലക്ട്രോണിക്സ്, സെൻസേഴ്സ്, ഒപ്റ്റിക്കൽ കമ്പോണൻസ്, ദെൻ പോളിമർ കോമ്പോസിറ്റ്സ്, ആക്ടിവേറ്റർ ഡിവൈസസ് അതിലൊക്കെ യൂസ് ചെയ്യാനും സാധിക്കുന്നു. ഇനി നാനോ ട്യൂബ്സും നാനോ വയേഴ്സും നാനോ ഫൈബേഴ്സും ഒക്കെ 1 ഡയമെൻഷനിലാണ്. നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ ആയിട്ടുള്ള 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചേഴ്സ് ആണ്. എന്താണ് നാനോ ട്യൂബ്സ്? ട്യൂബുലാർ 1 ഡയമെൻഷണൽ നാനോ സ്ട്രക്ചേഴ്സ് ആണ് നാനോ ട്യൂബ്സ്. ഇപ്പോൾ കാർബൺ നാനോ ട്യൂബ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഗ്രാഫൈറ്റ് ഷീറ്റുകളില്ലേ, അത് സിലിണ്ട്രിക്കലായിട്ട് റോള് ചെയ്ത് എങ്ങനെ ഇരിക്കും, അതാണ് കാർബൺ നാനോ ട്യൂബ് എന്നൊക്കെ പറയുന്നത്. എക്സ്റ്റെൻഡഡ് സിലിണ്ടേഴ്സ് ഓഫ് റോൾഡ് ഗ്രാഫൈറ്റ് ഷീറ്റ്സ്. പിന്നെ കാർബൺ നാനോ ട്യൂബ്സിന് 2 തരത്തിലൊക്കെ ഉണ്ട്. സിംഗിൾ വോൾഡ് ഉണ്ട്, മൾട്ടി വോൾഡ് ഉണ്ട്. അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല, എക്സാമ്പിൾസ് അറിയണം. നാനോ ട്യൂബ്സ്, കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെയാണ് എക്സാമ്പിൾ. ദേ ആർ എക്സ്റ്റെൻഡഡ് സിലിണ്ടേഴ്സ് ഓഫ് റോൾഡ് ഗ്രാഫൈറ്റിക് ഷീറ്റ്സ് വിത്ത് എ ഹെക്സഗണൽ സ്ട്രക്ചർ. സിംഗിൾ വോൾഡ് ഉണ്ട്, അതുപോലെ മൾട്ടി വോൾഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അതാണ് എന്ത് 1 dimensional nanomaterials. So the nanomaterials which are extended beyond 100 nanometer in one of the dimensions. Nanomaterials which are extended beyond 100 nanometer in one of the dimensions. അതാണ് 1 dimensional nanomaterials. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഏതാണ്? 2 dimensional nanomaterials ആണ്. അതായത് 2 ഡയമെൻഷനിലേക്ക്, മറ്റേത് 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നോട്ട് എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ മെനി ഡയമെൻഷൻ ആയിരുന്നു. ഇനി 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ 1 ഓഫ് ദ ഡയമെൻഷനിലായിരുന്നു. ഇനി 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാലോ നാനോ മെറ്റീരിയൽസ് വിച്ച് ആർ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് 100 നാനോമീറ്റർ ഇൻ 2 ഓഫ് ദ ഡയമെൻഷൻസ്. 2 ഡയമെൻഷനിലും 100 നാനോമീറ്ററിൻ്റെ ബിയോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അത്തരത്തിലുള്ള മെറ്റീരിയൽസിനെയാണ് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 ഡയമെൻഷൻസിലേക്ക് 100 നാനോമീറ്ററിനേക്കാളും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾസ് നാനോ ഫിലിംസ്, അതുപോലെ നാനോ പ്ലേറ്റ്സ്, അതുപോലെ നാനോ ലെയേഴ്സും ഒക്കെയാണ്. തിൻ ഫിലിംസ്, അതുപോലെ തന്നെ സർഫസ് കോട്ടിങ്സും ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ്. തിൻ ഫിലിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവുന്ന ചിപ്പുകളൊക്കെ ഇല്ലേ, കമ്പ്യൂട്ടർ ചിപ്സ്. ഇപ്പോൾ നിങ്ങൾ മോണിറ്ററൊക്കെ അയച്ചു നോക്കുകയാണെങ്കിൽ, നിങ്ങൾ അയച്ചു നോക്കണ്ട, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നാശമാകുമ്പോഴൊക്കെ ഇലക്ട്രീഷ്യൻ വന്നിട്ടൊക്കെ അതിൻ്റെ റിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് അഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടറിൻ്റെ ചിപ്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ചിപ്സൊക്കെ മെയിൻലി നാനോ പ്ലേറ്റ്സും അതുപോലെ തിൻ ഫിലിംസും ഒക്കെയാണ്. അപ്പോൾ ഇതാണ് മെയിൻലി 3 കാറ്റഗറീസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. ഇനി ലാസ്റ്റ് കാറ്റഗറിയാണ് 3 ഡയമെൻഷണൽ. അപ്പോൾ 3 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബൾക്ക് നാനോ മെറ്റീരിയൽസ് ആണ്. ബൾക്ക് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, കണ്ടോ, ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ്, ഇങ്ങനെ ഇടയിൽ എഡ്ജുകൾ പോലെ കണ്ടില്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർഫേസസുകളൊക്കെ ഉണ്ടായിരിക്കും 3D കോമ്പാക്ട്സിന്. അതുപോലെ നാനോ ഗ്രെയിൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ എൻ്റയർ വോളിയത്തിൽ നാനോ ഗ്രെയിൻസ് ഫില്ല് ചെയ്യാണ് ബൾക്ക് നാനോ മെറ്റീരിയൽസ് ആവുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാനോ ഗ്രെയിൻസ് ഒന്നും നമുക്ക് കാണാനായിട്ട് അവിടെ സാധിക്കില്ല. അപ്പോൾ അതിനെയാണ് 3D കോമ്പാക്റ്റ് ബൾക്ക് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അത് 3 ഡയമെൻഷനിൽ വരുന്നതാണ്. അതിൽ ഇൻ്റർഫേസസുകളൊക്കെ ഉണ്ടാവാം, ബട്ട് ദർ ഈസ് ഡിസപ്പിയറൻസ് ഓഫ് നാനോ ഗ്രെയിൻസ് സിൻസ് നാനോ ഗ്രെയിൻസ് ഫിൽ ദ എൻ്റയർ വോളിയം. അതാണ് 3 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രോപ്പർട്ടീസിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി ഈ ക്ലാസ്സിൽ കാണാം. നാനോ മെറ്റീരിയൽസിന് പലതരത്തിലുള്ള ഒരു ക്ലാസ് കൊണ്ട് ആ പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു കഴിക്കാൻ സാധിക്കില്ല.
അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പ്രോപ്പർട്ടീസിൻ്റെ പറയാണ്. അതായത് ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന് സൈസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ മെയിൻലി കണ്ടക്ടിവിറ്റി ഒക്കെയാണ് അതിൽ വരിക. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് 4 വിധത്തിലാണുള്ളത്. പ്രോപ്പർട്ടീസ് മെയിൻലി 4 വിധത്തിലാണുള്ളത്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത്? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി പോലെയുള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടിയോ മെൽറ്റിംഗ് പോയിൻ്റ്, ഹാർഡ്നെസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാലോ ഇപ്പോൾ എത്രമാത്രം ഈ നാനോ മെറ്റീരിയൽസ് റിയാക്റ്റീവ് ആണ്, അതിൻ്റെ റിയാക്ഷൻ റേറ്റ്സ് എത്രയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് എത്ര സൈസ് ഉള്ളതാണ്, എത്ര എണ്ണം അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്, എത്ര ആറ്റംസ് മോളിക്യൂൾസും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ നോക്കിയാലാണ് നമുക്കതിൻ്റെ റിയാക്ടിവിറ്റിയും അതുപോലെ റിയാക്ഷൻ റേറ്റ്സും ഒക്കെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഏതാ വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഗ്ലാസ്സുമ്മലൊക്കെ മിഡീവിയൽ പീരീഡിലുള്ള പാലസുകൾ, ചർച്ചുകൾ, ടെമ്പിൾസിലൊക്കെ ഗ്ലാസ് ഉപയോഗിക്കും. ആ ഗ്ലാസ്സുകൾ സ്റ്റെയിൻസ് ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? ആ ഗ്ലാസ്സുകളിൽ നാനോ പാർട്ടിക്കിൾസ്, പല പല സൈസുള്ള ഗോൾഡിൻ്റെ നാനോ പാർട്ടിക്കിൾസ് ഇംപ്രഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സൈസ് അനുസരിച്ച് ഈ ഗ്ലാസ്സിൽ കൂടെ സൺലൈറ്റ് കടത്തി പോകുമ്പോൾ പാസ് ചെയ്യുമ്പോൾ അത് പല പല കളറുകൾ, ചിലപ്പോൾ റെഡ് ആയിരിക്കും, ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും, ചിലപ്പോൾ പർപ്പിൾ ആയിരിക്കും, ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കും. അങ്ങനെ അത് ഓരോ കളേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിളായിട്ട് മെയിൻലി അതാണ് പറയുന്നത്. ഗോൾഡ്, അതായത് ബൾക്ക് ഗോൾഡ്, നമ്മളെ മാലയായിട്ടും കമ്മലായിട്ടും വളയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് ബൾക്ക് വലിയ ഗോൾഡിൻ്റെ കൂടുതൽ എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഗോൾഡിൻ്റെ കളർ എന്താ? യെല്ലോ ആണ് അല്ലേ, യെല്ലോ കളറാണുള്ളത്. പക്ഷെ നാനോ സൈസിലുള്ള ഗോൾഡ് അതിൻ്റെ സൈസ് അനുസരിച്ച് പല പല സൈസ് കളേഴ്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 12 നാനോമീറ്റർ സൈസ് പാർട്ടിക്കിൾസ് ആണ് സാധാരണയായിട്ട് ഗോൾഡിൻ്റെ പാർട്ടിക്കിൾസ്. 12 നാനോമീറ്റർ സൈസുള്ള ഗോൾഡ് പാർട്ടിക്കിൾസ് ആണ് വളരെയധികം കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ കളറ് റെഡാണ്. അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന കളർ എന്താണ്? റെഡാണ്. അതെന്തുകൊണ്ടാണ്? ശരിക്കും ഈ ബൾക്കും നാനോയും തമ്മിൽ എന്തുകൊണ്ടാണ് ഈ കളർ കാണുമ്പോഴുള്ള വ്യത്യാസങ്ങൾ വരുന്നത്? ബൾക്കിന് യെല്ലോയും അല്ലെങ്കിൽ നാനോ സൈസിന് 12 നാനോമീറ്റർ സൈസുള്ള റെഡ് കളറൊക്കെ വരാനുള്ള സാധ്യത എന്താണ്? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കിൾസ്, ഈ നാനോ സൈസുള്ള പാർട്ടിക്കിൾസൊക്കെ വളരെ സ്മോളാണ് അല്ലേ. ഞാൻ പറഞ്ഞു വളരെ സ്മോൾ സൈസാണ്. സോ the electrons are not free to move as in the case of the bulk gold. ബൾക്ക് ഗോൾഡിൽ അതിലുള്ള ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനായിട്ട് ധാരാളം സ്പേസ് ഉണ്ട്. പക്ഷേ നാനോ സൈസ് ആവുമ്പോൾ നാനോ സൈസുള്ള പാർട്ടിക്കിൾസേ വളരെ സ്മോളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. So because this movement is restricted, the particles react differently with the light. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് ആർ നോട്ട് ഫ്രീ ടു മൂവ് ഇൻസൈഡ് ദിസ് നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് ആൻഡ് ദേ possess restricted movement. So because hence the movement is restricted, the particles react differently with the light. അപ്പോൾ അത് ലൈറ്റ് ആയിട്ട് ഡിഫറെൻ്റ്ലി റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, this is because there are other factors involved like the arrangement of atoms and molecules in the particles and charges present in the particles. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ നാനോ സൈസൊക്കെ ആകുമ്പോഴും ബൾക്ക് ആകുമ്പോഴും അതിൽ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതുപോലെ അതിൽ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ചാർജസിൻ്റെ പ്രസൻസ് അതൊക്കെ വ്യത്യസ്തമായിരിക്കും. മെയിൻലി ഇതിൻ്റെയൊക്കെ പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ്, ചാർജിൻ്റെ മൂവ്മെൻറ്റ് ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോബ്ലം, ഡിഫറെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെൻ്റ് പ്രോപ്പർട്ടീസ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാനോ സൈസ് ആകുമ്പോൾ ഈ നാനോ സൈസ് ഗോൾഡിലെ ഇത്തരത്തിലുള്ള ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് അത് ഡിഫറെൻറ്റ് കളേഴ്സ് കാണിക്കുന്നു. അപ്പോൾ റെഡ് ഗോൾഡ് 12 നാനോമീറ്റർ സൈസുള്ള പാർട്ടിക്കിൾസ്, ഗോൾഡിൻ്റെ പാർട്ടിക്കിൾസ് കൊണ്ട് നമുക്ക് റെഡ് കളർ ഉണ്ടാക്കാം. അപ്പോൾ അതിനെന്ത് നമുക്ക് വിളിക്കാൻ വേണമെങ്കിൽ റെഡ് ഗോൾഡ് ആണെന്ന്, അതൊരു എക്സാജറേഷനിൽ പറയുന്നതാണ് കേട്ടോ. റെഡ് ഗോൾഡ് ആയിട്ട് നമുക്കതിനെ വേണമെങ്കിൽ കാണാം. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഗോൾഡിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ കണ്ടു. നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത്
സിങ്ക് ഓക്സൈഡിൻ്റെ കാര്യമാണ്. അതായത് ഇപ്പോൾ സാധാരണ ക്രീമുകളിലെ പൗഡറുകളിലെ ഒക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഈ നാനോ കെമിസ്ട്രിയുടെ ഒരു ഭാഗം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചില തരത്തിലുള്ള പൗഡറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് കളറാണ് അല്ലേ, വൈറ്റ് കളറായിട്ടാണ് അപ്പിയർ ചെയ്യുക. എന്നാൽ ചില ക്രീംസൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കളറൊന്നും കാണില്ല. അതായത് ചിലപ്പോൾ അത് എങ്ങനെ കളറില്ലാണ്ട് ക്ലിയർ ആയിട്ട് കാണും. ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു ജെല്ല് പോലെ, അതായത് നമുക്ക് ഈ സൈഡ് നോക്കി ആ സൈഡ് കാണാം. അങ്ങനത്തെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പല ക്രീംസും ഉണ്ട് വിപണിയിൽ. അപ്പോൾ ലാർജ് സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അത് വിസിബിൾ ലൈറ്റിനെ എന്ത് ചെയ്യുന്നു, സ്കാറ്റർ ചെയ്യുന്നു. അപ്പോൾ അത് വൈറ്റ് കളറിൽ അപ്പിയർ ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നാനോ സൈസ്ഡ് സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് ആണെങ്കിലോ അത് UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. സോ സ്മോൾ, പക്ഷേ ഇതിന് വിസിബിൾ ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈസ് എന്താണ്, വളരെ കുറവാണ്. നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വിസിബിൾ ലൈറ്റിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല, സ്കാറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സിങ്ക് ഓക്സൈഡ് ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇപ്പോൾ സൺസ്ക്രീനിലൊക്കെ കാണുമ്പോൾ സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് തന്നെയാണ് അതിലുള്ളത്, പക്ഷെ അതിൽ നാനോ സൈസ്ഡ് സിങ്ക് ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ പൗഡറിലൊക്കെ ആണെങ്കിലോ ലാർജ് സൈസുള്ള സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിങ്ക് ഓക്സൈഡ് തന്നെയാണെങ്കിലും ബൾക്കായിട്ടുള്ള സിങ്ക് ഓക്സൈഡ് വൈറ്റ് കളറായിട്ട് കാണുന്നു. എന്നാൽ നാനോ സൈസ് സിങ്ക് ഓക്സൈഡോ അത് ഏത് കളറിലാണ്, അത് ക്ലിയർ ആയിട്ട് കാണുന്നു. അപ്പോഴും അതിന് രണ്ട് പ്രോപ്പർട്ടീസായി. ബൾക്കിൻ്റെ പ്രോപ്പർട്ടിനേക്കാളും നല്ല റിസൾട്ട് ആയിരിക്കും ഈ നാനോ സൈസ്ഡ് സിങ്ക് ഓക്സൈഡിന് വരുന്നത്, പക്ഷെ അത് കൂടുതൽ കോസ്റ്റ്ലി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാർജ് ബൾക്ക് സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് ആകുമ്പോൾ UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വിസിബിൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യുന്നു കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അത് വൈറ്റ് കളറിൽ അപ്പിയർ ചെയ്യുന്നു. ഇനിയിപ്പോൾ നാനോ സൈസ് സിങ്ക് ഓക്സൈഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ അത് UV ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ വേവ് ലെങ്ത് വളരെ കുറവാണ് വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് വിസിബിൾ ലൈറ്റ്, സോ ദാറ്റ് ദേ കനോട്ട് സ്കാറ്റർ ദി വിസിബിൾ ലൈറ്റ് ആൻഡ് ഹെൻസ് ദേ അപ്പിയർ ക്ലിയർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കമ്പാരിസൺ ഇവിടെ വെച്ചു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ സൺസ്ക്രീൻസിലൊക്കെ പൗഡറിലൊക്കെ വ്യത്യാസമായിട്ട് കാണുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് മെയിൻലി അത് സൺസ്ക്രീൻസിലും അതുപോലെ പൗഡേഴ്സിലൊക്കെ നമ്മൾ കോസ്മെറ്റിക് ഐറ്റംസിൽ ധാരാളം ഉപയോഗിക്കുന്നതാണ് സിങ്ക് ഓക്സൈഡും അതുപോലെ ടൈറ്റാനിയം ഡയോക്സൈഡും. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. നമ്മുടെ നാനോ ട്യൂബ്സ്, അതുപോലെ നാനോ സിലിണ്ടേഴ്സ്, നാനോ വയേഴ്സ്, അതൊക്കെയാണ് സാധാരണ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ യൂസ് ചെയ്യുന്നത്. നാനോ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോങ് തിൻ സിലിണ്ടേഴ്സ് ഓഫ് കാർബൺ. നേരത്തെ പറഞ്ഞില്ലേ, കാർബണിൻ്റെ ഇതിങ്ങനെ നമ്മൾ റോള് ചെയ്തിട്ട് സിലിണ്ടേഴ്സ് റോള് ചെയ്യാണ് ഗ്രാഫൈറ്റ് ഷീറ്റിൻ്റെ, എന്നിട്ടാണ് നമ്മൾ കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും ശരിക്കും പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ആ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റും ഇനി ഇലക്ട്രോൺസ് നിന്ന് പുറത്ത് പോകുമ്പോൾ ലീവ് ചെയ്യുന്ന ഹോൾസിൻ്റെ ആ സ്പേസും എവിടെയാണ് ഹോൾസിന് ലീവ് ചെയ്തത് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ്. ഓക്കെ, അതുപോലെ ഈ നാനോ ട്യൂബിൻ്റെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അൺ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഷീറ്റ് വാസ് റോൾഡ് അപ്പ്. നേരത്തെ കാർബൺ നാനോ ട്യൂബിൻ്റെ കാര്യത്തിൽ പറഞ്ഞു എക്സ്റ്റെൻഡഡ് സിലിണ്ടേഴ്സ് ഓഫ് റോൾഡ് ഗ്രാഫൈറ്റിക് ഷീറ്റ്സ് ആണെന്ന്, വിത്ത് ഹെക്സഗണൽ ലാറ്റീസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഈ നാനോ ട്യൂബ് ഏത് ഡയറക്ഷനിലാണോ അത് റോള് ചെയ്യുന്നത് അതനുസരിച്ച് ഇതിൻ്റെ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ് വാരി ചെയ്യുന്നു. ഓക്കെ, ചില നാനോ ട്യൂബ്സ് മെറ്റൽസ് ആണ് വിത്ത് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ചിലതോ സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. അതായത് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഗ്യാപ്പ് കുറച്ച് കൂടും, അതുകൊണ്ട് സെമി കണ്ടക്ടേഴ്സ് ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഭാഗം കൂടി നമുക്കിന്ന് കാണാം, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ. അതായത് ആസ് സർഫസ് ഏരിയ ടു വോളിയം, സർഫസ് ഏരിയയും വോളിയം തമ്മിലുള്ള റിലേഷൻ. അതായത് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കേൾക്കാം. ആസ് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസസ്, a greater amount of substance comes in contact with the surrounding material and this results in better catalysis since a greater proportion of the material is exposed for potential reaction. അതായത് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സർഫസ്
പുറത്തേക്ക് കാണുന്നത് എന്നുള്ളത്. ആ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ സാധാരണ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ കുറേ ഭാഗം കോണ്ടാക്റ്റുമായിട്ട് വരികയാണ്, സറൗണ്ടിങ് ആയിട്ടുള്ള മെറ്റീരിയലിനെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരികയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കാറ്റാലിസിസ് എന്ന് പറയുന്നത്, കാറ്റലിസ്റ്റൊക്കെ നമ്മൾ സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടാനാണ്. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ആ റിയാക്ഷനെ നമുക്ക് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിലെ കൂടുതൽ പാർട്ടിക്കിൾസ് ഈ കാറ്റലിസ്റ്റുമായിട്ട് ബന്ധത്തിൽ വരുന്നു. അങ്ങനെ കൂടുതൽ മെറ്റീരിയലെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിയാക്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ് മെറ്റീരിയൽ ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ ബെറ്റർ കാറ്റാലിസിസ് സിൻസ് എ ഗ്രേറ്റർ പോർഷൻ ഓഫ് ദ മെറ്റീരിയൽ ഈസ് എക്സ്പോസ്ഡ് ഫോർ ദ റിയാക്ഷൻ. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്കിവിടെ കാണാം. ഈ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ കൂടും എന്ന് ഞാൻ പറഞ്ഞു. അതിനൊരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് ഒരു അതും കൂടി നോക്കാം. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇത് എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നാനോ പാർട്ടിക്കിളാണ് അല്ലേ. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിനെ സാധാരണ സൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും സെയിം വോളിയത്തിന് അല്ലേ. വോളിയം ഇത്ര തന്നെയുള്ളൂ, പക്ഷെ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് സറൗണ്ടിങ് പാർട്ടിക്കിൾസിനോട് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഏരിയ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളൊരു സ്പിയർ ആണ് കൺസിഡർ ചെയ്യുന്നത് ആദ്യം. ഒരു സ്പിയർ, അതിൻ്റെ സർഫസ് ഏരിയ എത്രയാണ് സാധാരണ സ്പിയറിൻ്റെ? ഒരു ഇല്ലുസ്ട്രേഷനാണ്. ആ പറഞ്ഞ കാര്യം എങ്ങനെ സത്യമാണെന്ന് നമുക്ക് തെളിയിക്കുകയാണ് ഇവിടെ. സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ എന്താണ്? 4πr². ഇനി വോളിയം ഓഫ് ദ സ്പിയർ എത്രയാണ്? 4/3 πr³ ആണ്. അപ്പോൾ ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ 4πr²ഉം അതിൻ്റെ വോളിയം 4/3 πr³ ആണ്. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് വെച്ചാൽ സർഫസ് ഏരിയ ബൈ വോളിയം ചെയ്യുക. നോക്കൂ, 4πr² ബൈ 4/3 πr³. അപ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടി? 3/r എന്ന് നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ ഈ 3/r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് ആണ് ഓഫ് ദ സ്പിയർ. അത് ഡിനോമിനേറ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും എപ്പോൾ? റേഡിയസ് ഡിക്രീസ് ചെയ്താൽ അല്ലേ. എന്ന് വെച്ചാൽ റേഡിയസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടും. റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ ഇത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണല്ലോ. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോയും റേഡിയസും ഇവിടെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൻ ദ റേഡിയസ് ഓഫ് ദ സ്പിയർ ഇൻക്രീസസ്, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഡിക്രീസസ്. ആൻഡ് വെൻ റേഡിയസ് ഡിക്രീസസ്, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസസ്. ഓക്കെ, സോ വെൻ ദ വോളിയം ഈസ് ഡിവൈഡഡ്, അതായത് നമുക്ക് കിട്ടുന്ന ആ പാർട്ടിക്കിൾസിനെ നമ്മൾ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ സർഫസ് ഏരിയ കൂടി അല്ലേ. സോ പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ ആറ്റംസിലെയൊക്കെ കൂടുതൽ ഭാഗം സറൗണ്ടിങ്സുമായിട്ട് എക്സ്പോസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സർഫസ് ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ് എന്ന് സംഭവിക്കും. കൂടുതൽ പാർട്ടിക്കിൾസ്, കൂടുതൽ സ്പേസ് പുറത്തേക്ക് റിയാക്ടിവിറ്റിക്ക് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ സർഫസ് ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ബൾക്ക് ഫോമിൻ്റെ ഉള്ളിലാണെങ്കിൽ വലിയ മെറ്റീരിയൽസിനാണ്, 3D മെറ്റീരിയൽസിനാണ് ബൾക്ക് എന്ന് പറയുന്നത്. ബൾക്കിൻ്റെ ഉള്ളിൽ ഇനേർട്ടായി കിടന്നിരുന്ന സാധനങ്ങൾ നമ്മൾ നാനോ സ്കെയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് കൂടുതൽ റിയാക്റ്റീവ് ആവുന്നു. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഈസ് എ ഗ്രേറ്റ് വേ ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് നാനോ ടെക്നോളജി. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ നാനോ ടെക്നോളജി എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ, ഇവിടെ റേഡിയസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂട്ടുന്നു. അപ്പം നമ്മുടെ റിയാക്ടിവിറ്റി കൂട്ടുന്നു. അങ്ങനെ നമുക്ക് ബെറ്റർ റിസൾട്ട്സ് കിട്ടുന്നു. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ റിയാക്ടിവിറ്റി തരുള്ളൂ, കൂടുതൽ നല്ല റിസൾട്ടുകൾ, നല്ല പ്രോഡക്ട്സ് നമുക്ക് കിട്ടാനുള്ള സാധ്യത അപ്പോഴാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഒരു സ്പിയറിനെ എക്സാമ്പിൾ ആക്കിയെടുത്ത് അതിൻ്റെ സർഫസ് ഏരിയ കണ്ടു, വോളിയം കണ്ടു. 4πr² ആണ് സർഫസ് ഏരിയ, വോളിയം 4/3 πr³ ആണ്. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് 3/r എന്ന് കിട്ടി. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനിലാണ് റേഡിയസ്. അപ്പോൾ റേഡിയസ്, നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് കുറവാണെങ്കിൽ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടും. ഇനി നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് കൂടുതലാണെങ്കിൽ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കുറയും. സോ ദ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഈസ് എ ഗ്രേറ്റ് വേ ടു മെഷർ ദ എഫിഷ്യൻസി ഓഫ് നാനോ ടെക്നോളജി. ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ പഠിക്കണം. Show how the surface area to volume ratio is an important tool in nano technology എന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടണമെങ്കിൽ റേഡിയസ് കുറയണം. അപ്പോൾ നാനോ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് വളരെ കുറവാണ്, അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ കൂടുന്നു. അപ്പോൾ സർഫസ് ഡിഫെൻഡൻറ്റ് പ്രോപ്പർട്ടീസ് നാനോ പാർട്ടിക്കിൾസിൻ്റെ കൂടുന്നു. അപ്പോൾ ബൾക്കിലെ ഇനേർട്ടായിട്ട് നിന്നിരുന്ന പാർട്ടിക്കിൾസ് ഇപ്പോൾ നാനോ സ്കെയിലിലേക്ക് വരുമ്പോഴേക്കും അത് റിയാക്റ്റീവായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇംപ്രൂവ്ഡ് ആവുന്നു. സോ the surface area to volume ratio is a great way to measure the efficiency of നാനോ ടെക്നോളജി. അപ്പോൾ ഇത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ.